നമസ്കാരം. സത്യം 100% മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മര്യാദ. കോടതി കയറാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഔഷധം വിനയവും മര്യാദയുമാണെന്ന് എൻ്റെ നേരനുഭവം. സംഗതി നടക്കുന്നത് 2022 ഞങ്ങൾ സകുടുംബം ഒരു ഗോവ സന്ദർശനമൊക്കെ കഴിഞ്ഞ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന കാറും എടുത്ത് പതുക്കെ കോട്ടയത്തേക്ക് വരുന്നു. വൈറ്റിലയിൽ വൺ വേ തെറ്റി. വളരെ ഗുരുതരമായ രീതിയിൽ വൺ വേ തെറ്റി. എന്തോ സായം സന്ധ്യയിൽ എനിക്ക് ആകപ്പാട് കൺഫ്യൂഷനായതാണ്. വലിയ അപകടമുണ്ടാക്കാവുന്ന വിധത്തിൽ ഞാൻ വൺ വേയിൽ കാർ ഓടിച്ച് ഓപ്പോസിറ്റ് സൈഡ് വരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റോഡിൻ്റെ നടുക്ക് കയറി നിന്നു. വണ്ടി ഒതുക്കി. അദ്ദേഹം എന്നെ വളരെ പരുഷമായി വഴക്ക് പറയുകയാണ്. അപ്പോൾ ഇന്ന് പല വീഡിയോകളിലൊക്കെ നമ്മൾ കാണുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരോട് തിരിച്ചു കയർക്കുകയാണ്. ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാല് തൊട്ട് വന്ദിച്ച് സംസാരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, സാർ തെറ്റിപ്പോയി, എനിക്കെങ്ങനെ ഈ മെട്രോ തൂണുകളും എല്ലാം കൂടെ ഒക്കെ വന്ന് എനിക്കെന്തോ ഒരു കൺഫ്യൂഷൻ വന്നു സാർ. നിങ്ങൾ എവിടുത്തുകാരനാണ്? ഞാൻ കോട്ടയംകാരനാണ്. കോട്ടയമല്ല കൊച്ചി എന്നറിയാമല്ലോ എന്നെല്ലാം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗം 100% ശരിയാണ്. എൻ്റെ ഫോട്ടോ എടുത്തു, എൻ്റെ ലൈസൻസിൻ്റെ ഫോട്ടോ എടുത്തു, എൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുത്തു. എല്ലാം അദ്ദേഹം ചെയ്തിട്ട് തൻ്റെ നിയമപാലനം 100% കൃത്യമാക്കാൻ എൻ്റെയും എൻ്റെ കാറിൻ്റെയും മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം അത് ഭാര്യയും മക്കളും ഇരിപ്പുമുണ്ട്. അവരും ആകപ്പാട് സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? നിങ്ങൾ ഒന്നുകിൽ കോട്ടയത്ത് കോടതിയിൽ കൊണ്ട് കാശടയ്ക്കണം, അല്ലെങ്കിൽ 10 ദിവസത്തിനകം ഇവിടെ വന്ന് ഇന്ന സ്റ്റേഷനിൽ വന്ന് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇന്ന് വരെ ഒരു അധ്യാപകനാണ്. ഞാൻ ഇന്ന് വരെ കോടതി വരാന്തയിൽ പോലും കയറിയിട്ടില്ല. ഇനി അതിനൊരു അവസരം ഉണ്ടാക്കരുതേ സാർ എന്ന് പറഞ്ഞ് ഞാൻ താണു വീണ് അദ്ദേഹത്തിനോട് അപേക്ഷിച്ചു. എന്തായാലും നിങ്ങളിപ്പോൾ 10 ദിവസത്തിനകം നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് കാശടയ്ക്കാനുള്ള കടലാസ് വരും എന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ വിട്ടു. അവിടുന്ന് തിരിച്ചുടനെ ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറിനോട് എങ്ങനെയാണ് സംസാരിച്ചത്? ഞാൻ പറഞ്ഞു, ഞാൻ വളരെ വിനയത്തോടെ, എൻ്റെ ഭാഗത്തു നിന്നാണല്ലോ 100% വീഴ്ച വന്നിരിക്കുന്നത്. ആ വീഴ്ച മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മൂലമുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒക്കെ അദ്ദേഹം എന്നോട് വിശദീകരിച്ചപ്പോൾ അതിനെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കോട്ടയത്തെ പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു, എങ്കിൽ വലിയ പരിക്കുകളില്ലാത്ത കേസിലൊക്കെ സാർ അതിനകത്ത് വരുവുള്ളൂ. വൺ വേ തെറ്റിച്ചു എന്നുള്ള ഒരു കേസ് മാത്രമേ അതിനകത്ത് വരുവുള്ളൂ. സാർ മദ്യപിച്ചിരുന്നില്ല, മറ്റ് വിഷയങ്ങളൊന്നുമില്ല, സാരമില്ല സാറേ, അതുകൊണ്ട് നമുക്കവിടെ അടച്ചാൽ മതിയാകുമെന്ന് പറഞ്ഞു. 2022 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 24 കഴിഞ്ഞു, 25 കഴിയാൻ പോകുന്നു. ഇതുവരെയും എനിക്ക് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടലാസുകളൊന്നും വന്നില്ല. തീർച്ചയായും ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ സമീപനത്തിൽ, എൻ്റെ ക്ഷമ ചോദിക്കലിൽ എന്നോട് പുറത്തു എന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായും ഉൾക്കൊള്ളുന്നത്. നമ്മൾ താഴേണ്ടിടത്ത് നമ്മൾ താഴുക തന്നെ വേണം. പദവി അറിഞ്ഞു പെരുമാറുക എന്ന് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതശീലം തന്നെയാകണം. അനുഭവം വെച്ചാണ് പറയുന്നത്. സത്യം 100%.